ജീവിതത്തിൽ ആദ്യമായി വ്ളോഗ് ചെയ്യുന്നതിന്റെ എല്ലാ ചമ്മലോടുകൂടിയും ഞാൻ തുടങ്ങുന്നു. 100ഓളം ഫ്രണ്ട്സ് പറഞ്ഞതനുസരിച്ച് എന്ന് ഞാൻ പറയില്ല, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം കുറെ കാലമായിട്ട് തുടങ്ങണമെന്ന് വിചാരിച്ച ഒരു ഐറ്റമാണ് ഇപ്പൊ തുടങ്ങുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെയും കൂടെ കാണണമല്ലോ ഈശ്വര എന്ന് വിചാരിച്ച് നിങ്ങളത് കാണരുത്, അങ്ങനെയല്ല. ഞാൻ എൻ്റെ സന്തോഷത്തിനും പിന്നെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ എൻ്റെ ലൈഫും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തിണക്കിക്കൊണ്ടൊരു സാധനമാണ് ഉദ്ദേശിക്കുന്നത്. എന്താവും എന്നറിയില്ല. സോ എനിവേ, വെൽക്കം ടു അപർണ വാലൂർ യൂട്യൂബ് ചാനൽ. സത്യം പറഞ്ഞാൽ അപ്ലൈ എടുത്ത സാധനത്തിൽ ഞാൻ എളീറ്റ് നിൽക്കുന്നത് കൊണ്ടും കണ്ണ് കാണാത്തത് കൊണ്ടും ക്യാമറയിലേക്ക് നോക്കിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പൊ കണ്ണെടുത്ത് സെറ്റായി, ഇനി കണ്ണ് കാണും. അപ്പൊ നമ്മളിവിടെ ജനൽപ്പാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ സാധനം പൊക്കുന്നതാണ് ഇവിടുത്തെ അങ്ങനെയല്ല കർട്ടൻ എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിന് ഇങ്ങനെ സങ്കടം വരുമ്പോൾ ഇത് വീഴും. ആൾക്കാരെ വിളിക്കും, ശരിയാക്കും, അങ്ങനെ ഒരു ഐറ്റാണിത്. അത് നമുക്ക് ഉദ്ഘാടനമൊക്കെ ചെയ്യണത് ഫീലിലേക്ക് ദൈവം സഹായിച്ച് പൊട്ടാതെ നമ്മളിത് തുറന്നിരിക്കുകയാണ് ഗായ്സ്. സോ മെൽബൺ കാണിച്ചുതരാം. ഗ്ലാസ്സിൽ ചെറുതായിട്ട് ചളിയൊക്കെ ഉണ്ട്, കാരണം നമ്മുടെ സ്വന്തം അപ്പാർട്ട്മെന്റ് പരിപാടിയൊന്നുമല്ല. ദിസ് ഇസ് യൂണി ലോഞ്ച്, യൂണിവേഴ്സിറ്റി ലിവിംഗ് ആണ്. സോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ വ്യൂ. താഴെ പോയിട്ട് മര്യാദയ്ക്ക് വെളിച്ചത്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു വ്യൂ നമുക്ക് കാണാം. സത്യം പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ കാണുന്ന കോപ്രായങ്ങൾ മുഴുവനും ഇന്ന് ഒരു വീഡിയോ എടുക്കേണ്ട ഒരു ചടങ്ങുണ്ട്. കാരണം നമ്മൾ വേറൊരു ബ്രാൻഡുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തരംഗ് എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കാൻ പോവാണ്. ഞാൻ ഓസ്ട്രേലിയയിൽ വന്നിട്ടുള്ള എൻ്റെ ആദ്യത്തെ മ്യൂസിക് കോമ്പറ്റീഷനാണ്. സോ എന്താണെന്ന് അറിയില്ല, അതിൻ്റെ പ്രാക്ടീസാണ് ഈ കാര്യമായി നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രാക്ടീസ് സെഷനിലേക്ക് കിടക്കാം. അയ്യോ നാണിക്കണ്ട, ഇതാണ് ഇവൻ്റെ സ്ഥിരം ബാത്റൂം എന്ന് കല്യാണരാമനിൽ പറയുന്ന പോലെ ഇതാണ് എൻ്റെ സ്ഥിരം പ്രാക്ടീസ് റൂം. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മളിങ്ങനെ കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യല്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ അത് പ്രാക്ടീസ് ഒന്നും കാര്യമായിട്ടില്ല, ഇന്നിപ്പോൾ ഈ കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ടാണ്. സോ നമ്മൾ ആഭേരി എന്നുള്ള രാഗമാണ് പാടുന്നതെന്നുള്ളൂ. ഞാൻ അതിൻ്റെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പാട്ടും നാഗമോ ശിങ്കാരവേലിനെ ഞങ്ങളുടെ പാട്ടുകളൊക്കെ റിലേറ്റ് ചെയ്ത് പാടി നോക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചിന്തിക്കുന്നുണ്ട്, കാരണം ഇവൻ കൊളാബിന് നമ്മൾ 3 ഡ്രസ്സ് ഇട്ടിട്ടുള്ള വീഡിയോ 3 രീതിയിലെടുത്ത് അതൊക്കെ കൂടെ എഡിറ്റ് ചെയ്ത് വേണം അതിനായിട്ട് അയക്കാനായിട്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്കൊരു പ്രൊജക്റ്റിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടെ ഡിസ്കഷൻ ഒരു മീറ്റിംഗ് വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, കോമ്പറ്റീഷന് പോകാനായിട്ട്. പോകുന്നത് എങ്ങനെ, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാം കയറി ട്രെയിൻ കയറിയിട്ട് വേണം അവിടെ എത്താനായിട്ട്. വഴിയൊട്ടും അറിയത്തുമില്ല, എനിക്കറിയില്ല എങ്ങനെ പോകുമെന്നുള്ളത്. മൊബൈലിൽ ചാർജ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക, അതിൻ്റെ വേറെ ടെൻഷൻ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. മൊത്തത്തിൽ എന്ത് സംഭവിക്കും എന്നറിയില്ല, പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും എത്തും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നു. Mama gaga mama sa sa gaga sa sa gaga ni sa gaga sa mama sa gaga sa papa sa gaga sa ni sa gaga sa sa ni na mama ga ga mama ni sa ni sa ni na mama ga re sa ga mama. വീണ്ടും ഒരു പണിയില്ലാത്തതുകൊണ്ട് പലതും ചിന്തിച്ചു കൂട്ടി ജീവിക്കും. ഏതൊക്കെയോ കുരു എടുത്ത് കാണിച്ചിട്ട് എന്തെങ്കിലും വീട് വാങ്ങുവാണെങ്കിൽ അവിടെ കൊണ്ട് വെക്കാന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയാൻ പറ്റും, ഇന്നലെ തൊട്ട് 30 കിളി അടിച്ചു പോയിരിക്കുവാണ്. അയ്യോ, ഞങ്ങൾ തമ്മിലൊരു പൊട്ടാക്കുട്ട ബന്ധമാണ് എന്ന് പറയുന്ന പോലെ ഞങ്ങൾ തമ്മിലൊരു ക്ലീനിങ് കുക്കിംഗ് ബന്ധമാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ക്ലീനിങ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ പോയി മറ്റേ ഇവൻറ്റിനുള്ള 3 ഡ്രസ്സൊക്കെ ഇട്ട് വീഡിയോ ഒക്കെ എടുത്താണ്. ഇതെല്ലാം കൂടെ ചെയ്ത് വരുമ്പോഴത്തേക്കിനും ഇത് എടുക്കാൻ വേറൊരാൾ വേണമല്ലോ, അതില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഉള്ള വീഡിയോ മിക്സ് ചെയ്ത് ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിൽ നിങ്ങൾ ക്ഷമിക്കണം. ചൂടിൻ്റെ അതിപ്രസരം കാരണം കൊണ്ടുവന്ന സാധനം ചളുകിപ്പോയി ലിസ്റ്റിൻ്റെക്ക് ട്രോഫി കിട്ടുന്ന ഒരു ഫീലിലേക്ക് മാറിയ ഞങ്ങളുടെ പഞ്ചസാര കുപ്പി. ഇതൊന്നും അറിഞ്ഞിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, ഇങ്ങനെയാണ് നമ്മളെല്ലാം അറിയുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലൈക്ക്
ബാക്കി വന്ന കടലയും ഉണ്ടായിരുന്ന കുറച്ച് പൊട്ടറ്റോയും കൂടെ മിക്സ് ചെയ്തോ. പണ്ടൊക്കെ നാട്ടിൽ ആയിരുന്ന സമയത്ത് ഞാൻ എൻ്റെ അമ്മോട് പറയായിരുന്നു, ഒരു കഷ്ണമുള്ള ഒരു ഉപ്പേരി മാത്രമേ ഞാൻ കഴിക്കുള്ളൂ എന്ന് പറയായിരുന്നു. ഇപ്പം എന്താലേ, ഒന്നല്ലേ, ഇപ്പം ദാരിദ്ര്യാവസ്ഥ അറ്റാണ്. എന്ത് ഉപ്പേരിയും കഴിക്കും, എന്ത് ഇതും കഴിക്കും. അങ്ങനെ പിന്നെ അത് മാത്രല്ല, പണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അങ്ങനെ ഓരോ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. എല്ലാം വളരെ നോർമലാണ്. അങ്ങനെയൊക്കെയാണ്. ഞാൻ എന്ത് കഴിഞ്ഞിട്ട് ബ്രോക്സ്റ്റഡ് കറീസ് ആൻഡ് ഫുഡ്സ് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെ നമുക്ക് ഉള്ള സാധനം വെച്ച് എങ്ങനെ സന്തോഷമായിട്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ളൊരു സിറ്റുവേഷനിൽ ജീവിക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് നമ്മളൊരു പ്രൊജക്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്ത് പരിപാടിക്ക് പോവാണ്. സത്യം പറഞ്ഞാൽ കാണുമ്പോൾ ഭയങ്കര എനർജിയാണ്. ഉള്ളിൽ ഫുൾ ടെൻഷനാണ്. അസൈൻമെൻ്റ് ഉണ്ട്, കോഡ് എഴുതാനുണ്ട്, പരിപാടി ഉണ്ട്. ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള ഫുൾ ടെൻഷനിലാണ് പോകണം. പക്ഷെ നമുക്ക് പരിപാടി പോയി എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. തരംഗത്ത് പറയുമ്പോൾ ഇത്രയും വലിയൊരു പരിപാടിയാണെന്നുള്ളത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. വലിയൊരു സ്റ്റേജ് ആയിരുന്നു. ഇഷ്ടം പോലെ കണ്ടസ്റ്റൻസും ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇവിടുത്തെ തണുപ്പൊക്കെ ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. തൊണ്ടേന്ന് ചെറുതായിട്ടൊന്ന് പാടുമെന്ന് പേടിച്ചു. പക്ഷേ ഭാഗ്യത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇനി ഈ പരിപാടിയുടെ ഓൾ ഇൻ ഓൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതയായ വ്ളോഗറായ അങ്കിത ചേച്ചിയാണ്, അങ്കിത ശ്രീധർ. ആൻഡ് വൺ ഓഫ് ദി ജഡ്ജസ് സിംഗർ ജാനകി ഈശ്വരുടെ അച്ഛനായ അനൂപ് സാറാണ്. നമ്മൾ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് ബാക്കി പരിപാടിയൊക്കെ കണ്ട് അന്താളിച്ചിരിക്കുന്ന ഇരിപ്പാണിത്. ജീവിതത്തിലൊരു വ്യത്യാസമൊക്കെ വേണ്ട എന്ന് വെച്ച് $20 പെട്ടെന്ന് കിട്ടിയപ്പം അപ്പോൾ ഒരു കോമ്പറ്റീഷന് ചേരാമെന്ന് പറഞ്ഞ് കയറി ചേർന്നതാണ്. സത്യം പറഞ്ഞാൽ പ്രൈസ് അടിക്കുന്നു വിചാരിച്ചിട്ടില്ല. നമുക്ക് എന്തായാലും സെക്കൻഡ് പ്രൈസ് അടിച്ച് ഗായ്സ്. അങ്ങനെ പരിപാടി ഉഷാറായിരുന്നു. എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റി. ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത്രയും വലിയ ട്രോഫിയും ഇത്രയും വലിയ ക്യാഷ് പ്രൈസൊക്കെ എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അപ്പൊ ഗായ്സ്, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം സത്യം പറഞ്ഞാൽ എനിക്കിന്ന് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു. കാരണം ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഇതൊന്നും ഞാൻ സത്യമായിട്ടും വിചാരിച്ചിട്ടില്ല. 2 മാസമായിട്ടുള്ളേ. അപ്പൊ അങ്ങനെ. പക്ഷേ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാറുണ്ട്. അതാണല്ലോ നമ്മുടെ മെയിൻ. കാരണം നമ്മളിവിടെ ഒന്ന് പഠിക്കാനാണേ, പാട്ടുപാടി നടക്കാനല്ലല്ലോ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വ്ളോഗുമായിട്ട് വരുന്നവരേക്കും ബൈ, സ്റ്റേ ട്യൂൺഡ്. ശരി, ഗുഡ് നൈറ്റ്. എല്ലാം